നിങ്ങളെ മറ്റേ ചങ്ങായിക്ക് ഏതായാലും വ്ളോഗ് എടുത്ത് നടക്കാം. മറ്റേ എന്താണ് കറുപ്പൻ എന്തൊക്കെ വിളിച്ചു നട്ടല്ലോ മറ്റേ തിലകവർമ്മനെ. അതിപ്പോ ഞങ്ങളെ ടീമുമായി ഒരു ബന്ധമില്ല. ഓനെന്ന് പറഞ്ഞാൽ ഇജാതി ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. അമ്മാതിരി പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്ളോഗ് ഇട്ട് ടീമിനൊപ്പം ഒരു കോലത്തിലാക്കി. റേസിസ്റ്റ് വാക്കല്ലോടോ അങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കറുപ്പൻ എന്നൊക്കെ വിളിച്ചണമെങ്കിൽ അത് ഭയങ്കര റേസിസ്റ്റ്. നമ്മൾ അതിനെ സപ്പോർട്ടൊന്നും ചെയ്യൂല. ഒരാളങ്ങനെ വിളിക്കാനൊന്നും പാടില്ല. ഓനൊക്കെ എപ്പോഴോ ചൂട്ടി കൂട്ടി പുറത്തിടേണ്ട സമയം കഴിഞ്ഞിരിക്കണേ. നിങ്ങൾ ഇങ്ങനെ കൊണ്ടിടക്കാം. പിന്നെ ഓൻ അടി കിട്ടിയില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ടീമിൽ 1-2 ആൾക്കാര് അത് ക്രിക്കറ്റിക്ക് വന്നാല് അത് നിങ്ങൾ ഹിറ്റ്മാൻ എന്ത് ചെയ്തത്? ഹിറ്റ്മാൻ ഹിറ്റ് ചെയ്യാൻ മറന്ന എന്തിനാണിത്? ഹിറ്റ്മാൻ എന്താ വെച്ചാൽ ഹാർദിക് പാണ്ഡ്യയാണ് ക്യാപ്റ്റൻ വിചാരിച്ചു. പിന്നെ നമുക്ക് മനസ്സിലായിരുന്നു പാണ്ഡ്യ കളിച്ചു ഔട്ടായി പോയി. അതാണ്ടായത് ഞങ്ങൾ ചായ വന്നു ഔട്ടായി കുറ്റി തെറിച്ചു. അതിനിപ്പോ അവിടെ ഓർമ്മ ഉണ്ടല്ലോ. നിങ്ങളെ വിളിച്ചോന്റെ അടുത്ത് നിങ്ങൾക്ക് അടി കിട്ടി, പള്ള നിറച്ച് കിട്ടി. ഞങ്ങളെ ടീമേ ആദ്യത്തെ 7 കളിയൊക്കെ ഇങ്ങനെ ജയിച്ചു വന്നു കണ്ട് അതാണ് ആ വർത്താനം നിങ്ങൾ പറയണ്ട. നിങ്ങളെക്കാളും മെച്ചപ്പോ ഞങ്ങളാ. അവസാനത്തെ 4 എടുത്ത് നോക്കി ഞങ്ങൾ 2 കഴിച്ചു. നിങ്ങള് ചെന്നൈനെ സഹായിക്കാനും വേണ്ടിട്ട് കളിച്ചാൽ നല്ല ഡൗട്ട് ഉണ്ട്. ഞങ്ങളല്ലോ നിങ്ങളെ തോറ്റേ, ഞങ്ങൾ ജയിച്ചല്ലേ. നിങ്ങളിങ്ങനെ നല്ല ഉഷാറായി കളിച്ചല്ല. ഞങ്ങൾക്ക് പുറത്തു പോയതല്ലേ. ഞങ്ങളിപ്പോ ഞങ്ങളെ ക്യാപ്റ്റൻ ഇല്ല, സൂര്യകുമാർ ഇല്ല, പറഞ്ഞപ്പോ ഉഷാറായി. അതല്ലേ ഒരു അവർക്ക് വേണ്ടി പുറത്തിരിക്കണ അവർക്ക് വേണ്ടി പുറത്താക്കിയതല്ലേ. മൂലക്കിരുത്തി, രണ്ടാളെയും മൂലക്കിരുത്തി. എന്താ കാരണം കൂടി ആർക്കും അറിയില്ല. വെറുതെ മറ്റാൾക്ക് നടുവേദനയാണ് ആണെന്ന് പറയുന്നു. പിന്നെ മൂപ്പർക്ക് ഇപ്പൊ വീട്ടിൽ പോയതാണ്, കുട്ടി ഉണ്ടായതൊക്കെ അല്ലേ. അപ്പൊ സൂര്യകുമാറിന് വെറുതെ ഓരോ കാരണങ്ങള്. ഇവിടെ വാപ്പിയമ്മയൊക്കെ മരിച്ചാൽ തന്നെ ഇവിടെ കളിച്ചോലുണ്ട്. അപ്പോഴാണ് കുട്ടീനെ കണ്ടാണ് വന്നൂടെ. അത് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പേഴ്സണൽ റീസൺ കാരണം പലരും അതൊന്നുമില്ല. നിങ്ങളെ ടീം എന്താ അറിയോ, ഇനി പോയതല്ലേ, ഇനി ഇങ്ങോട്ട് വരണ്ട. ആകെ 2 കളിയും കൂടി ഇനി വരണ്ട. നിങ്ങള് ചുയിങ്ങൻ ചവച്ച് അത് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളാണ് ജയിച്ചത്. ഞങ്ങൾക്ക് ആകെ പറ്റിയ പ്രശ്നം വെച്ചാൽ വിൽ ജാക്സ് കുറച്ച് കളി കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് വന്നത്. നേരത്തെ ലേറ്റ് ആയെന്ന് പറഞ്ഞത് കളി കയ്യിന്ന് പോയി. ടൂർണമെന്റ് തന്നെ കയ്യിന്ന് പോയിക്കണേ. നിങ്ങളാണോ വന്നത്? അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. വേൾഡ് കപ്പിൽ 4 അല്ല നിങ്ങൾക്ക് കൈ പിടിക്കാനുള്ള കുറെ ആൾക്കാരുണ്ട് നിങ്ങളെ ചില കളികളിൽ. എന്തൊക്കെയാണ് ബുംറ, പിന്നെ ആരൊക്കെയാണ് നിങ്ങളെ ക്യാപ്റ്റന്, പിന്നെ ഞങ്ങളിപ്പോ ജയിച്ചത്. നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാ? ചാൻസ് ഉണ്ടാ? ആയിക്കോട്ടെ, 5 കളി ഞങ്ങൾ തോറ്റു. ഞങ്ങൾക്ക് ചാൻസ് ഉണ്ടായില്ലേ? നിങ്ങൾ പുറത്തായില്ലേ? ഒരു ചാൻസും ഇല്ല. നിങ്ങൾക്ക് തോന്നുക ഇന്നിപ്പോ CSK ജയിക്കുന്നു, അത് നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. നിങ്ങൾക്ക് നല്ല സംശയിക്കാനില്ല. നിങ്ങൾ തോറ്റത് ഞങ്ങൾ ഒത്തുവെച്ചിട്ടാണ്. നിങ്ങൾ അങ്ങനെ അടിച്ചിട്ട് ഇതിന്റെ ആവശ്യം എന്താ? ജയിക്കേണ്ട ആവശ്യം ഒരു കാര്യമില്ലാത്തെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും കപ്പുണ്ടാവാൻ പാടില്ല. കാരണം തുടരെ 5 കളി നിങ്ങൾ വലിയ ആഠ്യത്വം പറയാ 5 കപ്പുള്ളോലെ. ഞങ്ങളും CSK ഒക്കെ അങ്ങനെ ടീമിൽ ഒരു ഡിസിപ്ലിനും ഇല്ല. ഓരോരുത്തരും ഇങ്ങനെ ഡിസിപ്ലിൻ എന്തോ. ഇപ്പം ഞങ്ങൾ 5 കപ്പെടുത്ത ഡിസിപ്ലിനുള്ള ടീമാണ്. നിങ്ങളോ ഈ സീസണിൽ എന്താണ് ഡിസിപ്ലിൻ ഉള്ളത്? ഹാർദിക് പാണ്ഡ്യ ഒരു വേറെ വൈക്ക്, രോഹിത് ശർമ്മ വേറെ വൈക്ക്, സൂര്യകുമാർ വേറെ വൈക്ക്, വേറൊന്നും ടീമിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ നടക്കുക, ലേസി ആയിട്ടാണ്. ഇങ്ങനെ കുറെ ആൾക്കാർ നിങ്ങൾ ടീമിലുണ്ടെന്നുള്ള വാർത്ത. അല്ല, നിങ്ങളെ ഓപ്പണർ തന്നെ പേരും ലേസി മാനാണ്. എന്താണ് ആര്? രോഹിത് ശർമ്മ. മൂപ്പര് ലേസി എലഗൻസ് ആണ്. അത് വെറുതെ ഒരു ഓമന പേരിട്ടു. മടിയൻ, ഓടാൻ മടി, അതൊക്കെ വെറുതെ ആൾക്കാർ അടിച്ചിറക്കതാണ്. റണ്ണ് കളിയിൽ കാണുന്നുണ്ടല്ലോ. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹാർദിക് ആണോ ക്യാപ്റ്റൻ, മൂപ്പര് കുറച്ചു നേരം തെറ്റിദ്ധരിച്ചു. അത് കഴിഞ്ഞപ്പോത്തിന് മൂപ്പര് ഔട്ടായി. മൂപ്പര് ഇവിടെ അതിന്റെ അർത്ഥം മൂപ്പര് കളിയിലേ ഇല്ല. ഫുള്ള് പേഴ്സണൽ റിവെഞ്ച്. ഒരു റിവെഞ്ച് ഒന്നും അല്ല. ഓനെങ്ങനെ ഉഷാറാവണ്ടെന്നല്ലേ രോഹിത് ശർമ്മന്റെ മനസ്സിലായി. നിങ്ങൾ കേറണ്ടാണ്, അതാണ് ഞങ്ങൾക്ക് ആകുള്ളൂ. നിങ്ങൾ കേറണ്ട. നിങ്ങൾക്ക് ഇതുവരെ കപ്പില്ലാത്ത 2-3 ടീമുണ്ട്. ആ ടീമുകൾ അങ്ങനെ തന്നെ നിൽക്കും. ഞങ്ങള് CSK ഒക്കെ ഇങ്ങനെ 5 കപ്പായിട്ട് ഇങ്ങനെ നിൽക്കും. CSK 5 കപ്പാവൂലേ? ഇതാണ് കേറി കഴിഞ്ഞാൽ അറ്റങ്ങൾ കപ്പടിച്ചാ നിങ്ങളെ പേര് പോവും. ഒരു കാര്യം മനസ്സിലായിക്കോളി, പഞ്ചാബ് ഏതായാലും ഈ 5 ജയിക്കണം.